ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നാണ് ഇടാൻ പറ്റിയത്. ഇന്നലത്തെ ഒരു ലഞ്ചായിരുന്നു കേട്ടോ ഇത്. ഇന്നലത്തെ ലഞ്ചിന് നമ്മൾ മട്ടേരിയിലാണ് ചോറ് വെക്കണത് കേട്ടോ. ഇത് നമ്മളിവിടുത്തെ ഗുപ്ത സ്റ്റോർ എന്ന് പറയുമ്പോൾ നമ്മളെ മലയാളികളൊന്നും നടത്തണമല്ല, പക്ഷെ നമ്മുടെ കേരളത്തിലത്തെ കുറച്ച് സാധനങ്ങൾ ഇടയ്ക്ക് അവിടെ വരാറുണ്ട് കേട്ടോ. പിന്നെ കൂട്ടാനായിട്ട് വെക്കണത് ചെറുപയറും കായ ഇട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ കണ്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് വെറുതെ തിന്നാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇന്നലെ തന്നെ തലേ ദിവസം തന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടി പെട്ടെന്ന്. പിന്നെ നമ്മൾ ക്യാബേജ് ഉപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ക്യാബേജ് ഉപ്പേരി അല്ല, ക്യാബേജ് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്നതാണ് കേട്ടോ. അവർ അവിടെ ഉണ്ടാക്കണതാണ് കേട്ടോ. ഒരു കുഞ്ഞ ഗാർഡനൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അത് വെച്ചു കേട്ടോ. ഞാൻ ക്യാബേജ് ആണെങ്കിൽ കഴുകിയിട്ടാണ് വെച്ചത്. അരിഞ്ഞിട്ട് കഴുകി, അതിൻ്റെ വെള്ളം പോയില്ല, ഒരുമാതിരി വാടി തളർന്ന് കിടക്കണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ക്യാബേജ് വിട്ട് കിടക്കണം കേട്ടോ. സാരല്ല, ഞാൻ ഉണ്ടാക്കിയതല്ലേ, തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് ചെറുപയർ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറുപയർ ഉണ്ടാക്കാം കേട്ടോ. ചെറുപയർ പച്ചക്കായ അരിഞ്ഞതും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി വയ്ക്കുക, ഓയിൽ, കടുക്, വറ്റൽമുളക് ഇട്ടിട്ട് ഈ വേവിച്ച സംഭവം ഇടുക. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ അരക്കണം കേട്ടോ. തേങ്ങയിൽ ജീരകം, ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക്, ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ സംഭവം കൂടി ചെറുപയറിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ പറ്റും കേട്ടോ. കുറച്ച് അച്ചാറും കൂടി കൂട്ടി കഴിക്കണം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ട കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് ഉമേഷ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഊണ് കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ ഉമേഷിന് ഇഷ്ടമുള്ള സംഭവം ഉണ്ടാക്കി. ഈ പാവയ്ക്ക് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയത്, കൊത്തി അരിഞ്ഞിട്ട്. പക്ഷെ സമയം പോയിട്ടോ, 12:45 ഉമേഷ് 1 മണിക്ക് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കൊത്തി അരിഞ്ഞിട്ട് എൻ്റെ കൊത്തി തീരണ്ടേ, ഭ്രാന്തായി എനിക്ക്. പിന്നെ തോന്നി സാധാ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. ഉമേഷിനാണെങ്കിൽ ഉമേഷ് പറയണം, എനിക്ക് തേങ്ങയിട്ട പാവയ്ക്ക് ഇഷ്ടമല്ലാന്ന്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട്. അങ്ങനെ നമ്മൾ മുട്ടയും പൊരിച്ചു, പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 മണിയായപ്പോൾ എൻ്റെ 2 കുരുപ്പുകൾ, 2 പിള്ളേർ കുളിക്കാൻ വേണ്ടി പോയി. ഒരു വലിയൊരു ചെരുവുണ്ടായിരുന്നു കേട്ടോ. വലുത് പറയുമ്പോൾ ഇവർക്ക് 2 പേർക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റും. എന്നിട്ട് അവരിങ്ങനെ വെള്ളം കൈകൊണ്ട് എന്തോ ഇതാണ്. അപ്പം മൂത്ത ആളുടെ നൈനുവിൻ്റെ കയ്യിലത്തെ നഖ എങ്ങാണ്ട് നൈഹുവിൻ്റെ കണ്ണിൽ കൊണ്ടു. നല്ല കാറി പൊളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ വിചാരിച്ചു. അങ്ങനെ അവളുടെ കണ്ണിലാണെങ്കിൽ നല്ല റെഡ് കളറായി. എന്നിട്ട് ഞങ്ങളൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ആ ഡോക്ടറാണെങ്കിൽ നമ്മളെ പേടിപ്പിച്ച് വിട്ടു കേട്ടോ. നല്ല ഇൻഫെക്ഷൻ ആവും, ഇത് ഇപ്പം തന്നെ നമ്മൾ അമ്പാല കൊണ്ടുപോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പേടിച്ച് പോയി. കണ്ണൊക്കെ കെട്ടി വെച്ചിട്ട് അവർ പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ എംഎച്ച് പോയിട്ടോ. എംഎച്ചിൽ പോയപ്പോൾ എംഎച്ച് പോയാൽ നമുക്ക് ലീവൊക്കെ കിട്ടുള്ളൂ, ഇപ്പോൾ പുറത്ത് കാണിക്കണമെങ്കിൽ കൂടി. അങ്ങനെ നമ്മൾ എംഎച്ച് പോയപ്പോൾ പറഞ്ഞു, ഡോക്ടർ അമ്പാല ഒന്നും പോകണ്ട, നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, രാജേന്ദ്ര ഹോസ്പിറ്റൽ, അവിടെ പോയി